Like what? ഹേ എവരി വൺ, ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ എന്താ പറയുക, ഇന്നൊരു വീക്കെൻഡ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഫ്രൈഡേ എന്ന് പറയുമ്പം എപ്പോഴും വീട്ടിൽ ബിരിയാണി ആയിരിക്കും. ഇപ്പോൾ കുറച്ചായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫ്രൈഡേ ബിരിയാണി ഇവിടെ നിർബന്ധമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ബിരിയാണി ഡേ ആണ്. പക്ഷേ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഇന്ന് എനിക്ക് കുറച്ചധികം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ കാര്യം ഫസ്റ്റ് ഫോക്കസ് ചെയ്തു. അപ്പോഴേക്കും അത്യാവശ്യം ലേറ്റായി, ഞാനും കുറച്ച് ടയേർഡായി. അങ്ങനെ പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഹൈദരാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങി സെറ്റാക്കിയൊക്കെ വിചാരിച്ചു ഫുൾ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. കാരണം എനിക്ക് എന്താ പറയുക, ഈ സ്പീഡ് തിരക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഫുൾ പ്ലാൻ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ സെറ്റ് ചെയ്ത് ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒക്കെ കുറച്ചൊരു സമാധാനത്തിൽ ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം. കാരണം ആദ്യമൊക്കെ ഞാൻ തിരക്ക് കൂട്ടി ജഗപ്പൊകാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ എന്തോ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കതിന് പറ്റാറേ ഇല്ല. ഞാൻ തിരക്ക് കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് മാറ്റിയാലോ, അല്ലെങ്കിൽ ഞാൻ തിരക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ അതൊന്നും ശരിയാവാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതലും തിരക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ നിർത്തിക്കണ്. കാരണം എനിക്ക് തിരക്ക് കൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് മെയിനായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നുണ്ടേനു. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്തത് അതിലാണ്. പിന്നെ ഞാൻ എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് വേഗം വെള്ളം വരെ കുടിക്കാൻ നിൽക്കാതെ, ചായ വരെ കുടിക്കാൻ നിൽക്കാതെ ഫുൾ ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ടോ. എന്നിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായ വരെ കുടിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു എനർജി ഇല്ല. അപ്പോൾ ഞാൻ വെച്ച് പുറത്ത് പോയിട്ട് കഴിക്കുക. പിന്നെ ഇന്ന് നമുക്ക് എയർപോർട്ട് പോകാനും അങ്ങനെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് അല്ലേ, ലീവുള്ള ദിവസമല്ലേ, അപ്പോൾ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകണമെന്നും ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ മൾബറീസ് പോയിട്ടോ. അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൾബറീസിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ ബിരിയാണി കിട്ടുമോ എന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും ലേറ്റായിട്ട് അങ്ങനെ ബിരിയാണി ഇതിന് മുന്നേ അവിടെ പോയിട്ട് കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ ഒരു തവണ എന്തോ തോന്നുന്നു അവിടെ പോയിട്ട് കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഇപ്പോഴാണ് വന്ന് കഴിക്കുന്നത്. അപ്പം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ബിരിയാണി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ മാത്രമല്ല, വേറെയും കുറേ ആൾക്കാർ ഈ ഒരു സമയത്ത് വൈകുന്നേരം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മളവിടെ എത്തിയ സമയത്ത് വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാട്ടോ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന കല്യാണ ബിരിയാണി ഇല്ലേ, എനിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ തോന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്തെങ്കിലും നമ്മൾ ഇന്ന് സൂവിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ആ പ്ലാന് ഫ്ലോപ്പായി. ഞാൻ പറഞ്ഞില്ലേ, ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് അത് കഴിഞ്ഞില്ല. കാരണം നമ്മൾ മൾബറീസിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് സൂവിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ വേറെ എങ്ങോട്ടേനു പോയത്. എനിക്ക് തോന്നുന്നു ബാസിമിലൊറ്റ പോയി, ബാസിമിലല്ല മാക്സിൽ ഫസ്റ്റ് പോയി നോക്കിയിരുന്നു. അപ്പം അവിടെ കയറിയ പാടത്ത് നമ്മൾ ഇറങ്ങിയിട്ടോ. പ്രത്യേകിച്ചൊന്നും വലിയ ഐറ്റംസ് ഒന്നും കണ്ടില്ല, ഫുൾ വാരി വലിച്ചിട്ട പോലെ തോന്നി. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ വേഗം ഇറങ്ങിയിട്ട് നേരെ ഡേ പോയി. അവിടെ പോയിട്ട് അങ്ങനെ അവിടെയൊക്കെ എന്തൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി എവിടെയോ വെച്ചിട്ടാണ് നമ്മൾ കുറേ നടന്നിട്ടാട്ടോ നെസ്റ്റോ പോയത്. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. എന്തോ 70% ഓഫറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെസ്റ്റോൻ്റെ ഭാഗത്തേക്ക് കയറിയേ ചെയ്തില്ല കേട്ടോ. കാരണം നല്ല തിരക്കായിരിക്കും എന്നറിയാം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡേ. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
എനിക്കങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതേപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോ ഐറ്റംസ് കാണുമ്പോൾ അങ്ങനെ അവിടെ കുറേ നോക്കി അങ്ങനെ എന്തൊക്കെയോ 2-3 ഐറ്റംസും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടോ. കാര്യത്തിൽ നമുക്ക് എന്താ വാങ്ങാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും കാണുമ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമായാലും നമ്മളങ്ങനെ വാങ്ങുമല്ലോ. അങ്ങനെ പോയി ഷോപ്പിംഗ് എന്ന് പറയണത് വല്ലാത്തൊരു സംഭവമല്ലേ. ഞാനതാ ഈ ഒരു കുഞ്ഞ് ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രേ അല്ല, വേറൊരു അതിൻ്റെ താഴെ ഒരു വൈറ്റ് കാണുന്നില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞ് കേക്ക്സും ബ്രൗണീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു സൈസിലുള്ള ആ ഒരു ട്രേ വാങ്ങി ഞാൻ. അങ്ങനെ പിന്നെ എന്തൊക്കെയോ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ട് ഓരോ തവണ വരുമ്പോഴും ചിലപ്പം ഓരോ ഐറ്റംസ് മാറിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ചില ഐറ്റംസ് ആ സെയിം സാധനങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഈ സെറാമിക് ഐറ്റംസ് ഉണ്ടല്ലോ, ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്, അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ നോക്കി ഇവിടെ ജമന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. ഈ ട്രോളിയിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സേഫ്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അവിടുന്ന് ആളെ മിസ്സായിപ്പോയി. ഇവർ ഇസാൻ ജമനും കൂടി അങ്ങനെ കൈപ്പിടിച്ച് നടന്നതാണ്. പിന്നെ ഓനെന്തോ ഓടിയതാണോ അല്ലെങ്കിൽ എസിസാൻ ഓൻ്റെ കൈ വിട്ടതാണോ എന്നൊന്നും അറിയില്ല. പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജമനെ കാണില്ല. ജമൻ എവിടെയെന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടി കരയണ നല്ല സൗണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആ ഷോപ്പിൻ്റെ ഒരു മൂലക്കൽ ഇരുന്ന ആൾ നല്ല കരച്ചിലാണ് പേടിച്ചിട്ട്. അങ്ങനെ പിന്നെ ഓനെ കിട്ടി. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ ചിരി വരുന്നെങ്കിൽ അപ്പം നല്ല ടെൻഷനായിട്ട് ആ ഒരു കുറച്ച് നേരത്തേക്ക് സംഭവം നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇവനെ കരഞ്ഞിട്ടും നല്ല തിരക്കുമായിട്ട് ഇവൻ എവിടെ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ലേനു. അങ്ങനെ ഡേ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്കിന്ന് എയർപോർട്ടിൽ പോകാണ്ടെന്ന്. അങ്ങനെ പിന്നെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു ആഫമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പം ഞാൻ കുറച്ചായിക്കിന് ആഫമ്മ കുടിച്ചിട്ട്. ഇവിടുത്തെ ഈ ഒരു ഐസ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, ഒരു ഡ്രിങ്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണോ, നല്ല ടേസ്റ്റ്. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇസാൻക്കും ഒക്കെ ബാക്കി എസ്സക്കും ജമൻക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയതാട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഡ്രൈവ് ത്രൂ എടുക്കാതെ അവിടെ കയറി അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ കാറിൽ കയറുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ നേരെ എയർപോർട്ടിൽ പോകണം. ഇന്ന് പരമ്പനും നെഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോഡിൽ. അങ്ങനെ നമ്മൾ ആസ് യൂഷ്വൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓരോ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഒരു പുറത്തിറങ്ങി കുറച്ച് നേരം നമ്മളെ വെയിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. അപ്പം എത്തുമ്പം കുറച്ച് അധികം ലേറ്റായിപ്പോയി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇതോടെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.